നമസ്കാരം. ആസ്ട്രോമീഡിയയുടെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം. ഞാൻ ജ്യോത്സ്യൻ പ്രമോദ് പണിക്കർ പെരിങ്ങോട്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ചന്ദ്രൻ്റെ 10ാം ഭാവത്തിൽ 2 ഗ്രഹങ്ങൾ ഒരുമിച്ച് നിന്നാലത്തെ ഫലങ്ങളാണ്. അത് വളരെ വിശേഷപ്പെട്ട ഫലങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. നമ്മൾ ഓരോ ഗ്രഹങ്ങൾക്ക് നിന്നാലത്തെ ഫലം മുൻപ് പറയേണ്ടായിട്ടുണ്ട്. അപ്പോൾ ചന്ദ്രൻ്റെ 10 എന്ന് പറയുമ്പോൾ കർമ്മസ്ഥാനം എന്നൊരു പേര് കൂടി ഉണ്ടല്ലോ. തൊഴിൽ, കർമ്മം, ഇതൊക്കെയാണ് 10ാം ഭാവം കൊണ്ട് നമ്മൾ ചിന്തിക്കുക. അപ്പോൾ എന്തൊക്കെ പ്രവൃത്തിയായിരിക്കും ആ വ്യക്തി ചെയ്യുക, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ സ്വഭാവം എന്തൊക്കെയായിരിക്കും, ഉപജീവനം ഏതൊക്കെയായിരിക്കും എന്നൊക്കെയാണ് ഈ ഒരു വിഷയത്തിൽ പ്രധാനമായിട്ടും വരുന്നത്. വളരെ വിശേഷമായിട്ടുള്ള ഫലങ്ങളാണ്. അതിൽ ചന്ദ്രാൽ കർമ്മഗതേരവോ സരുധിരേ മത്ത പരസ്ത്രീരതോ എന്ന് പറയണ പ്രമാണമൊക്കെ അതിനോട് ബന്ധപ്പെട്ടിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ഒന്ന് ലൈക്ക് അടിക്കുക, ആവശ്യമുള്ള ആളുകൾക്ക് ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ആസ്ട്രോമീഡിയയുടെ പ്രേക്ഷകരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തതിന് ശേഷം കാണാം. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം. ചന്ദ്രൻ്റെ 10ാം ഭാവത്തിൽ സൂര്യനും ചൊവ്വയും കൂടി നിന്നു കഴിഞ്ഞാൽ മത്തനായി ഭവിക്കും. മത്തൻ എന്ന് പറയുമ്പോൾ മതമുള്ളവനാണ് മത്തൻ, ഉന്മത്തൻ എന്നൊക്കെ പറയാറുണ്ടല്ലോ. മതം എന്ന് പറഞ്ഞാൽ അഹങ്കാരത്തോടു കൂടിയവനായിട്ടും, പിന്നെയോ പരസ്ത്രീരത, പരസ്ത്രീകളിൽ താല്പര്യമുള്ള, അന്യ സ്ത്രീകളോട് സഹവാസം കൂടുക. അപ്പോൾ സൂര്യനും ചൊവ്വയും 10ാം ഭാവത്തിൽ നിന്നാൽ അങ്ങനെ സ്വഭാവ വിശേഷമുള്ള ആൾക്കാരായിരിക്കും ഉണ്ടാവുക. ജ്യോതിർവിച്ച സചന്ദ്രജേ ജലധന സ്ത്രീഭൂഷണാദിപ്രിയ എന്ന് പറഞ്ഞു. ചന്ദ്രനും സൂര്യനും ബുധനും കൂടി ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ജ്യോതിഷിയായിട്ട് ഭവിക്കും. ജ്യോതിഷം പോലെയുള്ള ശാസ്ത്രം, നിപുണായോഗ, അത് സൂര്യനും ബുധനും ഒരുമിച്ച് ഒരു രാശിയിൽ വന്നു കഴിഞ്ഞാൽ നിപുണായോഗമാണ്. അപ്പോൾ ജ്യോതിഷിയായിട്ട് ഭവിക്കും. വെള്ളത്തിൽ താല്പര്യം ഉണ്ടാവുക. ചില ആളുകൾ, ഇങ്ങനെയുള്ള ആൾക്കാർ ധാരാളം കുളിക്കണമൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ധാരാളം വെള്ളത്തിൽ കുളിക്കുക. അവർക്ക് കുറച്ച് വെള്ളം മതിയാവില്ല, അതൊക്കെ സ്വഭാവമാണ്. അതേപോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കുക, ജലത്തിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കളെ കൊണ്ടുള്ള ഉപജീവനം നടത്തുക, പാൽ കച്ചവടം നടത്തുക, ഫാം നടത്തുക, അങ്ങനെയൊക്കെയുള്ള പല പരിപാടികൾ. അപ്പോൾ ജലത്തിൽ നിന്നും ഉണ്ടാകുന്ന ലാഭത്തോടു കൂടിയവനായിട്ടും ധനത്തിലും സ്ത്രീകളിലും ആഭരണങ്ങളിലും താല്പര്യമുള്ളവനായിട്ടും, വളരെ ഭൂഷണാദിപ്രിയ എന്ന് പറഞ്ഞല്ലോ. ഭൂഷണം, വളരെ അണിഞ്ഞൊരുങ്ങി നടക്കുക, അതൊക്കെ സ്വഭാവമുള്ള ആൾക്കാരൊക്കെ എന്താ വെച്ചാൽ ഒന്ന് പറയണം കേട്ടോ. അതേപോലെ തന്നെ സ്ത്രീകളിൽ താല്പര്യം ഉണ്ടാവുക, ധാരാളം ആഭരണങ്ങൾ അണിഞ്ഞ് നടക്കുക, ഇതൊക്കെ ചന്ദ്രൻ്റെ 10ാം ഭാവത്തിൽ സൂര്യബുധന്മാർ നിന്നാലത്തെ ഫലമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി സൂര്യനും വ്യാഴം കൂടി നിന്നാലോ, ആരംഭിക്കുന്ന കർമ്മങ്ങളിൽ സിദ്ധാർത്ഥോ നൃപസമ്മതശ്ച സഗുരോ ശുക്രേണ യുക്തേ നൃപ എന്ന 3ാമത്തെ വരിയിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് സൂര്യനും വ്യാഴവും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ആരംഭിക്കുന്ന പ്രവർത്തികളെ പൂർത്തീകരിക്കുന്നവനും, ഒരു കാര്യം തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ അന്ത്യം കണ്ടിട്ടേ ആ പരിപാടി നിർത്തുമോ, അല്ലെങ്കിൽ ഏത് പ്രവൃത്തി തുടങ്ങിയാലും അത് പൂർത്തീകരിക്കുക എന്ന ഒരു നിർബന്ധ ബുദ്ധി സ്വഭാവം വ്യക്തിക്കുന്നത് നല്ല ഒരു കാര്യമാണ്. സൂര്യനും വ്യാഴവും, വ്യാഴത്തിന് മൗഢ്യമൊന്നുമില്ലാണ്ടിരുന്നാൽ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് കുറച്ചും കൂടിയൊക്കെ ആക്കം കൂടും. രാജപ്രിയനായിട്ട് ഭവിക്കും, രാജാവിന് ഇഷ്ടനായിട്ട് ഭവിക്കും. ഒരു പ്രശസ്ത വ്യക്തി അങ്ങനെയുണ്ട്. അദ്ദേഹത്തിൻ്റെ ജാതകം ഞാൻ നോക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അദ്ദേഹം രാജപ്രിയനാണ്. അദ്ദേഹം ഇപ്പോൾ സർക്കാരിലുണ്ട്, വളരെ വിശിഷ്ടപ്പെട്ട ഒരു സ്ഥാനം വഹിക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ സൂര്യനും വ്യാഴവും കൂടിയിട്ട് ഒരുമിച്ചിട്ടാണ് ആ യോഗം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കാറുള്ളൊരു ജാതകമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ അത് ശരിയാണ്, രാജപ്രിയനായിട്ടും ഭവിക്കും എന്നാണ് പറയുക. ഗവൺമെൻറ് സേവകനാണ്, ഉയർന്ന ഉദ്യോഗസ്ഥനാണ്. സൂര്യനും ശുക്രനും കൂടിയിട്ട് ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ രാജപ്രിയനായിട്ടും സ്ത്രീകളും ധനങ്ങളും വളരെയുള്ളവനായിട്ടും ഭവിക്കും. സൂര്യശുക്രയോഗം, ശുക്രസ്യ രംഗായതിർന്ന് മറ്റൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും രാജപ്രിയത്വം ഉണ്ടാവുക. ഗവൺമെൻറ് സർവീസുമായിട്ടോ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരുമായിട്ടോ ഒക്കെ വളരെയധികം സ്വാധീനത്തിലും അടുപ്പത്തിലുള്ള വ്യക്തിത്വം. സ്ത്രീകളും ധനങ്ങളും വളരെ ഉള്ളവനായിട്ടും ഭവിക്കും. ധാരാളം സ്ത്രീകളുമായിട്ടുള്ള അടുപ്പം, ശുക്രൻ പൊതുവേ സ്ത്രീയാണല്ലോ, യുവതികളുമായിട്ടുള്ള അടുപ്പം സൂക്ഷിക്കുക. സ്ത്രീ സുഹൃത്തുക്കൾ ധാരാളം ഉണ്ടാവുക, ധനികനായിട്ട് ഭവിക്കുക. ഇതൊക്കെ സൂര്യശുക്രന്മാർ ഒരുമിച്ച് നിന്നാലത്തെ ഫലമാണ്. സൂര്യനും ശനിയും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ എന്ത് പറഞ്ഞു, പ്രീത സ്ത്രീ വൃദ്ധിഭാഗ് ശശിയുതേ ദീനോദരിദ്രോ ഭവേത്. ശശിയുതേ
ദീനോ ദരിദ്രോ ഭവേത്. സൂര്യനും ശനിയും, സൂര്യൻ്റെ ശത്രുവാണ് ശനി, ശനിയുടെ ശത്രുവാണ് സൂര്യൻ. സൂര്യനും ശനിയും അച്ഛനും മകനും കൂടിയിട്ടാണ്. പക്ഷെ അവർ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ദീനത, ദാരിദ്ര്യം ഉണ്ടാവുക. ദരിദ്രനായിട്ടും ദൈന്യനായിട്ടും എന്ത് കാര്യം ചെയ്താലും ശരിയാത്തവനാണ് ദീനൻ എന്ന് പറയാം. അയാളെ ഒരു ദീനം പിടിച്ചവൻ എന്നവർ പറയും. രോഗി എന്നൊരർത്ഥത്തിലും നമുക്കതിനെ സ്വീകരിക്കുന്നതിൽ തരക്കേടില്ല. ഇനി ചന്ദ്രൻ്റെ 10ാം ഭാവത്തിൽ ചൊവ്വയും ബുധനും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ശാസ്ത്രോപജീവിയായിട്ടും ഭവിക്കും, ശാസ്ത്രജ്ഞനായിട്ട് ഭവിക്കും എന്നാണ്. ചന്ദ്രാൽ കർമ്മണി ഭൂസുതേ ബുധയുതേ ശാസ്ത്രോപജീവി ഭവേത്. ഇതൊക്കെ കൃത്യമായിട്ടുള്ള പ്രമാണം വെച്ചിട്ടാണ് കേട്ടോ പറയണത്. അപ്പോൾ ബുധനും ചൊവ്വയും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ശാസ്ത്രോപജീവിയായി ഭവിക്കും, ശാസ്ത്രം കൊണ്ട് ഉപജീവനം നടത്തുന്നവനായിട്ട് ഭവിക്കും. ചൊവ്വയും വ്യാഴവും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ നീചജനങ്ങൾക്ക് അധിപതിയായിട്ട് ഭവിക്കും. നീചജനങ്ങൾ എന്ന് പറയുമ്പോൾ ഇവിടെ ആചാര്യൻ ഉദ്ദേശിച്ചിരിക്കുന്നത് സമൂഹത്തിൽ അധകൃതന്മാരായിട്ട് താഴ്ന്ന തട്ടിലുള്ള ആളുകളുടെ കാര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി വാദിക്കുക, അവരുടെ കാര്യങ്ങൾ നിറവേറ്റി കൊടുക്കുക. കഴിവില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, അതേപോലെ തന്നെ സമൂഹത്തിൽ തന്നെ കുറച്ച് താഴ്ന്ന ലെവലിൽ ജീവിക്കുന്ന ആളുകൾ, അവർക്കൊക്കെ ഉപകാരിയായിട്ട് ഭവിക്കും. നല്ലൊരു കാര്യമാണത്. സമൂഹത്തിൻ്റെ ഉന്നതിയിലേക്ക് ഇവരെ കൊണ്ടുവരിക, അവരുടെ കാര്യങ്ങൾ സർക്കാരിനെ അറിയിക്കുക, അതൊക്കെ നല്ല കാര്യമാണ് കേട്ടോ. അപ്പോൾ ചൊവ്വയും വ്യാഴവും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ നീചജനങ്ങൾക്ക് അധിപനായിട്ട് ഭവിക്കും. ചൊവ്വയും ശുക്രനും ഒരുമിച്ച് നിന്നാൽ വിദേശങ്ങളിൽ താമസിക്കുന്നവനായിട്ടും കച്ചവടക്കാരനായിട്ടും ഭവിക്കും. ബിസിനസ്സുകാരൻ്റെ ജാതകമാണത്. ചന്ദ്രൻ്റെ 10ൽ ചൊവ്വയും വ്യാഴവും, ചൊവ്വയും ശുക്രൻ എന്ന് പറയുമ്പോൾ തുലാസ് എന്തിയിട്ടുള്ള പുരുഷനല്ലേ, അപ്പോൾ ബിസിനസ്സിൻ്റെ സിമ്പലാണത്. അപ്പോൾ വിദേശങ്ങളിൽ താമസിക്കുക, അന്യദേശങ്ങളിൽ താമസിക്കുക, അവിടെ ബിസിനസ് നടത്തുക, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വ്യക്തിയായിട്ട് ഭവിക്കും. ചൊവ്വയും ശനിയും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ സാഹസ പ്രവർത്തികൾ, കാട്ടിൽ കയറുക, മലയുടെ മുകളിൽ കയറുക, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ട്രക്കിങ് നടത്തുക, അങ്ങനെയുള്ള ഒരു സ്വഭാവം ഉണ്ടാവും. മറ്റൊരു വിശേഷം എന്താ വെച്ചാൽ ചൊവ്വയും ശനിയും ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ സന്താനരഹിതനായിട്ട് ഭവിക്കുക എന്നുണ്ട്. സുതശ്ച ശശിന എന്ന് പറഞ്ഞിട്ടുണ്ട്. സുതൻ സന്താനങ്ങളോട് കൂടാത്തവൻ, അതൊരു തരം ഷണ്ഡത്വമുള്ള യോഗ. അങ്ങനെ വരുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഒട്ടുമിക്ക ആളുകൾക്കും ഈ കൗണ്ടിന് കുറവ്, പുരുഷന്മാർക്കാണെങ്കിൽ, സ്ത്രീകൾക്കാണെങ്കിൽ വന്ധ്യത ഇത്യാദി വിഷയങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. 10ാം ഭാവത്തിലാണെങ്കിലും ആ ഒരു വിഷയം ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ. സന്താനത്തോട് കൂടാത്തവരായിട്ട് ഭവിക്കും എന്നാണ്. ഒരുമിച്ച് യോഗം വരണം. ഒരേ ഡിഗ്രിയിലാണെങ്കിൽ പൂർണ്ണമായിട്ടും ഷണ്ഡത്വമോ അല്ലെങ്കിൽ തീർച്ചയായിട്ടും വന്ധ്യതയോ ഒക്കെ പറയാവുന്നതാണ്. ബുധനും വ്യാഴവും ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ പൂർണ്ണനായിട്ട് എന്താ ഉണ്ടാവുക? ഷണ്ഡത്വം ഉണ്ടാവും. എടുത്തു പറഞ്ഞു. ബോധനെ ഏഢ്യൻ വ്യാഴാണ്. ഷണ്ഡതനുവായിട്ട് ഭവിക്കും. അത് വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു യോഗ. കാരണം ഈ ചന്ദ്രൻ്റെ 10ൽ വ്യാഴം വന്നു കഴിഞ്ഞാൽ, ചന്ദ്രൻ്റെ 10ൽ വ്യാഴം വന്നാൽ അത് കേസരിയ. അവിടെ ബുധൻ നപുംസകനായിട്ട് വരികയാണ് അല്ലേ. നപുംസക ഗ്രഹത്തിൻ്റെ യോഗം വരുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? ഷണ്ഡത്വം. ഇത് ആണിനും പെണ്ണിനും പറയാട്ടോ. പൂർണ്ണമായിട്ടും ചന്ദ്രൻ്റെ 10ൽ ബുധനും വ്യാഴവും ഒരുമിച്ച്, അത് ആ ശുഭഗ്രഹങ്ങളെ കൊണ്ടാണ് ആ ദോഷം പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക. സന്താനകാരകനാണ് വ്യാഴം എന്നുള്ളത് കൊണ്ടാണ് അവിടെ ഈ ഒരു വിഷയം വരാനുള്ളതായ കാരണം. ബുധൻ നപുംസകം കൂടിയിട്ടാണ്. അപ്പോൾ ബുധൻ്റെ യോഗം വ്യാഴത്തിന് വരുമ്പോൾ അത് പ്രത്യുൽപാദന ശേഷിയെ ബാധിക്കുന്ന രോഗങ്ങൾ, വിഷയങ്ങളൊക്കെ ഉണ്ടാവും. അതാണ് ദീനവാക്ക്. അതേപോലെ തന്നെ ദീനവാക്കായിട്ടും എന്നാൽ പേരും പ്രശസ്തിയൊക്കെ ഉണ്ടാവുകയും ചെയ്യും. പ്രസിദ്ധനായിട്ടും രാജപ്രിയനായിട്ടും ഭവിക്കും. സന്താനം ഇല്ലാണ്ടപ്പോൾ നമുക്ക് രാജ്യത്വം ഉണ്ടായിട്ടൊന്നും കാര്യമില്ല അല്ലേ. നമ്മുടെ വംശത്തെ, തലമുറയെ നിലനിർത്താൻ നമുക്ക് സന്താനം ഉണ്ടാവണം. മാത്രമല്ല മോക്ഷത്തിലേക്ക് നയിക്കണമെങ്കിൽ സന്താനം ജനിക്കണം. അപ്പോൾ ഈ ബുധനും വ്യാഴവും കൂടിയിട്ട് 10ൽ വന്നു കഴിഞ്ഞാൽ ഇതാണ് യോഗം എന്നുള്ളത് മനസ്സിലാക്കുക. അങ്ങനെയുള്ള ജാതകങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, വിവാഹം കഴിക്കുന്ന ആളുകളൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ അവരൊക്കെ ഇതൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. ഒക്കെ ശാസ്ത്രത്തിൻ്റെ അഭിപ്രായങ്ങളാണ്. അപ്പോൾ നമുക്കിന്ന് ആധുനികമായിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ വേറൊരു കുഴപ്പമുണ്ടാവില്ല ചിലപ്പോൾ. എന്നാലും കുട്ടികളുണ്ടാവാത്ത വിഷയം ഒക്കെ ധാരാളം കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് പ്രശ്നവേദിയിലടക്കം ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു വിഷയമാണ്. ഒരു സ്ഥലത്ത്
പ്രശ്നം വയ്ക്കാൻ പോയപ്പോൾ ഇത് ഗ്രഹനിലയായിരുന്നു. അപ്പോൾ ആ ദേവതയ്ക്ക് ഉപദേവന്മാരില്ല, അതായത് മറ്റ് പരിവാരങ്ങളൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ നിയമം എന്തുകൊണ്ടാണ് ഇത് വന്നത് എന്ന ചോദ്യം, ഈ ദേവതയ്ക്ക് ഉപദേവന്മാരില്ല. ഒരു ദേവീക്ഷേത്രമാണ്. ആ ദേവീക്ഷേത്രത്തിൽ തൃശ്ശൂർ ജില്ലയിലാണത്. അത് എവിടെയാണെന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് പറയുന്നില്ല. അപ്പോൾ അവിടെ ഒരു പ്രശ്നം വെച്ച സമയത്ത് ബുധനും വ്യാഴവും കൂടിയിട്ട് ചന്ദ്രൻ്റെ 10 നിൽക്കുന്ന ദിവസമാണ്. അപ്പോൾ ഈ ദേവാലയ നഗരസഭാ മാർഗാലയ ദാസ സർവകർമാണി എന്നൊക്കെയുള്ള ഒക്കെ ചെല്ലിയ നേരത്ത് ഈ ദേവതയ്ക്ക് ഉപദേവന്മാരില്ല എന്ന് പറയേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് കൃത്യമായി അത് വേറെ മറ്റുള്ള ദേവതന്മാരുടെ കൂട്ടൊന്നുമില്ല, ഒറ്റയ്ക്കിരിക്കുന്ന ദേവതയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില അത്ഭുത ഫലങ്ങളൊക്കെ ഇതുകൊണ്ട് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി നമുക്ക് ബുധനും ശുക്രനും ഒരുമിച്ച് നിന്നാലത്തെ ഫലം പറയാം. ബുധനും ശുക്രനും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ വിദ്യയും സ്ത്രീകളും ധനവും ധാരാളം ഉണ്ടാവും. നല്ലോണം വിദ്യ ഉണ്ടാവും, ധാരാളം സ്ത്രീകളുമായിട്ടുള്ള ചങ്ങാത്തമുണ്ടാകും, ധനമുള്ളവനായിട്ടും ഭവിക്കും. ബുധനും ശനിയും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഗ്രന്ഥങ്ങളെ എഴുതി സമ്പാദിക്കുന്നവന് ഗ്രന്ഥകാരകനായിട്ട് ഭവിക്കും. സ്ഥിരാചാരവും സ്ഥിരമായിട്ടുള്ള പ്രവൃത്തികളും ഇല്ലാത്തവനായിട്ടും ഭവിക്കും. ഒരു പ്രത്യേകമായിട്ടുള്ള ആചാരവും അതൊന്നും ഉണ്ടാവില്ല. അങ്ങനെ എഴുത്തുകാർക്ക് പൊതുവെ, എഴുത്തുകാരെല്ലാവരും എല്ലാം പറയണത് പൊതുവെ ഒരു ബുദ്ധിജീവികളായിട്ടാണല്ലോ നമ്മൾ കണ്ടിട്ടുള്ളത്. താടി മുടിയൊക്കെ വളർത്തിയൊരു തുണിസഞ്ചിയൊക്കെ ആയിട്ട് നടക്കുന്ന ആളുകളെ അവരുടെ കാഴ്ചപ്പാട്, അവരുടെ മനസ്സ് നിറയെ അക്ഷരങ്ങളും എഴുത്തും അതിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. പണ്ട് കാലത്ത് ബുദ്ധിജീവി എന്നൊക്കെ നമ്മൾ പറഞ്ഞ് കളിയാക്കാറുണ്ട് അല്ലേ. അപ്പോൾ സ്ഥിരമായിട്ടുള്ളൊരു പ്രവൃത്തി ഉണ്ടാവില്ല, സ്ഥിരമായിട്ടുള്ളൊരു ആചാരം ഉണ്ടാവില്ല, ഗ്രന്ഥങ്ങളെ എഴുതിയിട്ട് സമ്പാദിക്കൽ, അതായിരിക്കും ഉപജീവനം ഉണ്ടാവുക. വ്യാഴവും ശുക്രനും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ, ഇപ്പം അങ്ങനെ ഒരു ഗ്രഹനിലയാണ് അല്ലേ, വ്യാഴവും ശുക്രനും ഒരുമിച്ച് നിൽക്കുന്നൊരവസ്ഥയാണ്. ബ്രാഹ്മണന്മാരുടെ ആധിപത്യമുള്ളവനായിട്ടും രാജപ്രിയനായിട്ടും വിദ്വാനായിട്ടും ഭവിക്കും. കാരണം ബുധനും വ്യാഴവും ശുക്രനും മഹാഗുരുക്കന്മാരാണ്. ഒന്ന് അസുരഗുരുവാണ്, ഒന്ന് ദേവഗുരുവാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ രാജപ്രിയത്വം ഉണ്ടാവും, ഗവൺമെൻറ്റിൻ്റെ അംഗീകാരം ഉണ്ടാവും. അങ്ങനെയുള്ള ജനിക്കുന്ന ആളുകൾക്ക് ഈ പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ, കീർത്തിചക്ര പോലെയുള്ള അംഗീകാരങ്ങളൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് കേട്ടോ. ഒരുമിച്ച് ചന്ദ്രൻ്റെ 10ലാണ് വ്യാഴശുക്രൻ, അങ്ങനെ കിട്ടിയിട്ടുള്ള ആളുകളെ എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള മുദ്രകളൊക്കെ കിട്ടാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. അല്ലെങ്കിൽ കേമായിട്ടുള്ള ഒരു സ്റ്റാമ്പ് നമ്മുടെ വസ്ത്രത്തിലോ അല്ലെങ്കിൽ നമ്മുടെ തൊപ്പിയിലൊക്കെ ഉണ്ടാവും, എന്തായാലും കൃത്യമായിട്ടുണ്ടാവും, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. പിന്നെ വ്യാഴവും ശനിയും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ എല്ലാ ജനങ്ങളെയും സങ്കടപ്പെടുത്തുന്നവനായിട്ടും ആരെയും ഒരു കുസാത്തൊരു സ്വഭാവം, ഒരു നമ്മൾ പറയില്ലേ ആരെയും വകവയ്ക്കില്ല, വില വയ്ക്കില്ല എന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടാവും. മറ്റുള്ളവരെ സങ്കടപ്പെടുത്തുക, കൊട്ടേഷൻ, അതാണ്. അങ്ങനെയുള്ള പ്രവൃത്തികളൊക്കെ ഏറ്റെടുത്ത് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ നോക്കാൻ വരാറുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് അതവരുടെ തൊഴിലാണ്, അതവർ ചെയ്യണത് അവരുടെ തൊഴിലാണ്. എന്നിരുന്നാലും അത്തരം തൊഴിലിലേക്ക് പോകാതിരിക്കുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മൾ ഓട്ടോമാറ്റിക്കലി അങ്ങനെയായിട്ട് പോകും. അതാണ് അതിൻ്റെ ഒരു അവസ്ഥ. എന്നാൽ നാട്ടിലേക്കൊന്നും കുഴപ്പമില്ല. എൻ്റെ നാട്ടിലുണ്ട് അങ്ങനെ ഒരാൾ, സ്ഥിരം ഗുണ്ടയാണ്. പക്ഷെ നാട്ടുകാർക്ക് വളരെ ഇഷ്ടമാണ്. എന്ത് കാര്യം പറഞ്ഞാലും ആളുകൾക്ക് അതൊക്കെ സാധിപ്പിച്ച് കൊടുക്കുകയും ചെയ്യും. പക്ഷെ നാട്ടിൽ ഗുണ്ടാത്തരമൊന്നും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെയുള്ള ആളുകളുണ്ട്, നിങ്ങളൊക്കെ നാട്ടിലുണ്ടാവും ചിലപ്പോൾ. അങ്ങനെ ചന്ദ്രാൽ 10ാം ഭാവത്തിൽ ശുക്രനും ശനിയും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ സുഗന്ധദ്രവ്യങ്ങളെ ഉണ്ടാക്കുക. നമ്മൾ പറയില്ലേ സുഗന്ധദ്രവ്യങ്ങൾ വിൽക്കുക, അങ്ങനെയുള്ള കടകൾ, പെർഫ്യൂമൊക്കെ ഉണ്ടാക്കുക, അങ്ങനെയൊക്കെ മിക്സ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാക്കുക, അതിൽ കഴിവുണ്ടാവും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം. ചിത്രരചന ചെയ്യുക, നന്നായിട്ട് വരയ്ക്കുക. ശുക്രനും ശനിയും കൂടി കഴിഞ്ഞാൽ നന്നായിട്ട് വരയ്ക്കുന്ന ആൾക്കാരാവുക. വൈദ്യനാവുക, അതേപോലെ തന്നെ കച്ചവടക്കാരനായിട്ടും ഭവിക്കും എന്നുള്ളൊരു സംഗതി ശുക്രനും ശനിയും ഒരുമിച്ച് നിന്നാലത്തെ ഫലങ്ങളായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പോൾ എല്ലാ ഒരുവിധ ഗ്രഹങ്ങളുടെ എല്ലാ ഗ്രഹങ്ങളുടെയും ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്രഹങ്ങൾക്ക് ശുഭദൃഷ്ടിയും ശുഭയോഗവും കൂടിയിട്ടുണ്ടെങ്കിൽ
ആ കാര്യങ്ങൾ കുറച്ചുകൂടിയും ആഴത്തിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഈ പറഞ്ഞ ഗ്രഹങ്ങൾക്ക് ഒരു ശുഭഗ്രഹം ആ 10ാം ഭാവത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി ആഴത്തിൽ അത് 100% നമുക്ക് കിട്ടും. പിന്നെ ഈ ഗ്രഹങ്ങൾ ഒരേ ഡിഗ്രിയിലാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ ഒരു ഫലങ്ങളൊക്കെ കിട്ടും. വളരെ അടുത്തൊക്കെ നിന്നാലും മതി, അടുത്ത് വരുന്ന സമയത്തൊക്കെയും ജനിക്കുന്ന ആളുകൾക്ക് ഈ ഫലങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ പറഞ്ഞതൊക്കെ നിങ്ങളുടെ ജാതകത്തിലൊക്കെ ഒന്ന് ഗ്രഹനിലയിൽ ഉണ്ടോ നോക്കി നോക്കൂ. ഭാവം മാറി നിന്നാൽ കിട്ടില്ല. ഗ്രഹങ്ങൾക്ക് ഭാവമാറ്റം ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം. ഗ്രഹങ്ങൾ ഭാവം മാറിയിട്ട് നിൽക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഫലങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളത് പ്രത്യേകം. നവാംശകത്തിൽ ഈ കാര്യം നോക്കലും പതിവില്ല, ഗ്രഹനിലയിലാണ് നോക്കേണ്ടത്. അപ്പോൾ സംശയങ്ങളൊക്കെ വരാം ആളുകൾക്ക്. ഇപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് നവാംശകത്തിലുണ്ടെങ്കിൽ കിട്ടുമോ? കിട്ടില്ല. ഗ്രഹനിലയുടെ കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഈ പറയുന്ന 10ാം ഭാവത്തിലേക്ക് മറ്റ് ശുഭഗ്രഹങ്ങൾ യോഗദൃഷ്ടിയാദികളുണ്ടെങ്കിൽ ഈ പറയുന്ന യോഗങ്ങൾക്ക് പൂർത്തീകരണം ഉണ്ടാവും എന്നുള്ളത് കൂടി മനസ്സിലാക്കാം. അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എഴുതി അറിയിക്കുക. നിങ്ങളുടെ ജാതകത്തിൽ ഇതുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ആളുകളുടെ ജാതകത്തിൽ ഉണ്ടോ എന്നൊക്കെ ഉള്ളത് ഒന്ന് നോക്കി നോക്കുക. എന്തായാലും ആസ്ട്രോമീഡിയ ചാനൽ വന്നതിന് ശേഷം ആളുകൾ സ്വയം ജാതകമൊക്കെ നോക്കി തുടങ്ങിയിട്ടുണ്ട്. മറ്റ് റിലേറ്റീവ്സിൻ്റെ ജാതകമൊക്കെ വാങ്ങിയിട്ട് ഇതൊക്കെ പറഞ്ഞത് ശരിയാണോ എന്നൊക്കെ നോക്കി അഭിപ്രായം അറിയിക്കുന്ന ധാരാളം ആളുകളുണ്ട്. ഈ പ്രമാണങ്ങളൊക്കെ അവർക്ക് വളരെ പ്രയോജനപ്പെടുന്നുണ്ട്. ജ്യോതിഷം പഠിപ്പിച്ചു തരുമോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാർ. അപ്പോൾ തൽക്കാലം ഇല്ല. അപ്പോൾ നമ്മൾ കുറച്ചധികം സ്റ്റുഡൻസ് ഉണ്ട്. അത് ഒരു സാമുദായിക സംഘടന നടത്തുന്ന ഒരു ക്ലാസ്സിൻ്റെ ഭാഗമായിട്ടുള്ള കുറച്ച് സ്റ്റുഡൻസ് മാത്രമാണുള്ളത്. അപ്പോൾ നിങ്ങളതൊക്കെ പഠിക്കാൻ ശ്രമിക്കുക. ഗ്രന്ഥങ്ങളായിട്ടുള്ള കൂട്ടുകൂടിക്കഴിഞ്ഞാൽ നമുക്ക് അറിവുകൾ ധാരാളം കിട്ടും. ഒരറിവും ചെറുതല്ല അല്ലേ? കേമന്മാർ പറയുന്നതാണ്, ഒരറിവും ചെറുതല്ല. എല്ലാ അറിവുകളും നമ്മൾ സമ്പാദിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിച്ചാൽ അത് നമുക്ക് കൂടുതൽ പ്രചോദനമാവും, അല്ലെങ്കിൽ അത് വായിക്കുന്ന ആളുകൾക്ക് കൂടുതൽ പ്രചോദനമാവും. ജ്യോതിഷത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ചാനൽ നിലകൊള്ളുന്നത്. അപ്പോൾ അതിന് ഇനിയും തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് വിട പറയുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം, ശുഭദിനം.